ഈ വീടിന്റെ നിയന്ത്രണം പത്മ മേഡത്തിന്, അടുക്കളയുടെ നിയന്ത്രണം എനിക്ക്. ഞാന് വളരെ വളരെ സ്ട്രിക്റ്റ് ആണ്. ഒരു കാര്യത്തിലും എന്റെ ഭാഗത്തു നിന്ന് ഒരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കരുത്. ഞാൻ പറയുന്ന ജോലികൾ കൃത്യസമയത്ത് വൃത്തിയായിട്ട് ചെയ്തു തീർക്കണം. മനസ്സിലായോ? ശരി, മനസ്സിലായി. പിന്നെ ഈ പാചകകലയിൽ ഞാനൊരു നളനാണെന്നുള്ള കാര്യം സാറും മേഡം ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് കല്യാണ ദിവസം വരെ പാചകത്തിലൊന്നും തുടരണ്ട. വല്ല പാത്രം കഴിവാനും മുറ്റ അടിക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി കേട്ടാ. പിന്നെ അച്ചടക്കം. ഈ കുടുംബത്തിലുള്ളവരുടെ മുന്നിൽ എതിർത്ത് സംസാരിക്കാൻ പാടില്ല. അവർ പറയുന്നത് കേട്ട് നിൽക്കണം. ഹലോ, ഞാൻ പറയുന്നു. നിങ്ങൾ വെറുതെ കൊച്ചിനെ പേടിപ്പിക്കാതിരിക്കും. നിങ്ങള് ഭാര്യ ഭർത്താക്കന്മാരാണോ? ഞാനതിന് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എവള് അടുക്കുന്നില്ല. മോളെ, നാട്ടിൽ നിന്ന് എന്തൊക്കെയാ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്? ഈ നേരമായിട്ടും സുദേവൻ അതൊന്നും എടുത്തു വെച്ച് തീർന്നിട്ടില്ല. കല്യാണമല്ലേ സർ? ശരി, യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, അച്ഛനോടൊന്ന് വിശ്രമിക്കാൻ പറ. വല്ലാത്തൊരവസ്ഥയിലാണ് മോള് കേറി വന്നത്. വഴിയിൽ വെള്ളത്താമര പൂക്കൾ കണ്ടപ്പോ അത് വാങ്ങിക്കണമെന്ന് നിനക്ക് തോന്നിച്ചത് ദൈവമായിട്ടാണ്. ആ പൂജ മുടങ്ങിയിരുന്നെങ്കിൽ ഈ കുടുംബത്തിന്റെ സന്തോഷം കെട്ടുപോയെന്നെ. താങ്ക്സ്. നന്ദിനെ ശരിക്കും പരിചയപ്പെട്ടോടോ? ഓ സർ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ, എന്റെ അമ്മ വെച്ച ഭക്ഷണം കഴിച്ചതിന് ശേഷം ഏറ്റവും സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം കഴിച്ചത് ഞാൻ ഈ നന്ദിനി മോള് വെച്ചപ്പോഴാ. പാചകത്തിൽ അപാര കൈപ്പുണ്യാ നന്ദിനി മോൾക്ക്. ഈ ചേട്ടന്റെ പാചകം നല്ലതാന്ന് പറഞ്ഞു. ആര്? ഇവനോ? അടുക്കളയിൽ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഗതികേട് കൊണ്ട് ഞങ്ങൾ കഴിക്കുന്നേ ഉള്ളൂ. അതെ, നേരെ ചൊവ്വെ ഒരു കട്ടൻ ചായ ഇടാൻ പോലും ഈ കഴുതയ്ക്ക് അറിയില്ല. ദാ നിൽക്കുന്ന വേറൊരുത്തി. സാമ്പാർ വെച്ചാ രസം പോലിരിക്കും, രസം വെച്ചാ വേറെ എന്തെങ്കിലും പോലിരിക്കും. രണ്ടുപേരും ഒരു കാര്യം ചെയ്യും. നന്ദിനി മോൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചെടുക്കാൻ നോക്ക്. ഒരു ട്രെയിനിങ് ആവട്ടെ. ആ മോളെ, തിരുമേനിക്ക് യാത്രയാവാൻ സമയമായി. ഞാൻ കുറച്ചു കഴിഞ്ഞ് നിങ്ങളെയൊക്കെ വന്ന് കണ്ടോളാം. സാർ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ നന്ദിനി വലിയ ആള് തന്നെയാ. എനിക്ക് സംശയമൊന്നുമില്ല. ഞാൻ പറഞ്ഞതൊക്കെ പൊളിഞ്ഞു. ഇനിയിപ്പോ എന്തെങ്കിലും പഠിക്കാൻ തുടങ്ങിയോ സുമേ? മിക്കവാറും അതിന്റെ പരീക്ഷണത്തിന് സാറ് വരാൻ സാധ്യതയുണ്ട്. തന്റെ അച്ഛനവിടെ? പുറത്തുണ്ട്. കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്തു വെച്ചോണ്ടിരിക്കുക. ഞങ്ങള് നാട്ടിൽ വന്നപ്പോ എന്നെ കുറിച്ച് തനിക്കെന്താ തോന്നിയേ? പ്രത്യേകിച്ച് എന്ത് തോന്നാൻ? ഞാൻ ഭാര്യയുടെ സാരിത്തുമ്പ് പിടിച്ച് നടക്കുന്നവനാണെന്നോ, അതോ ഇന്ദ്രജ പറയുന്നതിനപ്പുറത്തേക്ക് ഒന്നും പറയാൻ എനിക്ക് ശേഷിയില്ലെന്നോ, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല. ആ, ഇല്ലെങ്കിൽ വളരെ നല്ലത്. പക്ഷേ അവിടെ ആ നാട്ടുമ്പുറത്ത് കണ്ട ഞാനല്ല, ഇവിടെ ഈ സിറ്റിയിലെ ഞാൻ. ഇവിടെ ഞാനല്ല. രാജു, അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേക്ക്. എനിക്ക് അതൃപ്തി തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അച്ഛന്റെയും മകളുടെയും ഭാഗത്തുനിന്നുണ്ടായാൽ ആ നിമിഷം ഞാൻ ഇവിടെ ഇറക്കിവിടും രണ്ടിനെയും. എന്റെ പൊന്നു മോളെ, വേസ്റ്റ് എടുക്കാനുള്ള ആൾക്കാർ വരുമ്പോ ഈ വീട്ടിലെ വേസ്റ്റ് എടുത്ത് കൊടുക്കുന്നത് ഞാനും കൂടെ. പക്ഷെ ഈ വീട്ടിലെ ഏറ്റവും വലിയ വേസ്റ്റ് എടുത്ത് കൊടുക്കാൻ ഇവിടെ ഉള്ളവർ സമ്മതിക്കൂല. അതെന്താ? ആ വേസ്റ്റ് അല്ലേ ഇപ്പൊ ഇവിടെ നിന്ന് പോയത്. എടുത്തു കൊടുത്താലേ മകൾക്ക് ഭർത്താവില്ലാതാവൂലേ? ഇന്ദ്രജ മാഡം കേൾക്കണ്ട കേട്ടോ. എന്റെ സുമേ, ഞാൻ പറയാനുള്ളത് പറയും, കിട്ടാനുള്ളത് മേടിക്കുകയും ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ചു കൂട്ടാറുമുണ്ട്. കിട്ടിയില്ലെങ്കിലേ പുള്ളിക്ക് മനസമാധാനം കിട്ടില്ല. വാ, ഒരു കാര്യം
ശ്ശോ. ഒരാളുടെ മുന്നിൽ ഒരു വിലയും ഇല്ല, പിന്നൊരു സമാധാനം. ഇപ്പൊ കയറിപ്പോയ വിജയകുമാർ ഞാനൊക്കെ ഒരേ പൊസിഷനില്ല. കണ്ടുപടി. സുമേ, എന്താടി നോക്കിയിരിക്കണേ? സാറ് പറഞ്ഞല്ലേ നന്ദിനി ചെയ്യണൊക്കെ നോക്കി പഠിക്കാൻ. പഠിക്കാനാ ഞാൻ നോക്കുന്നത്. പക്ഷേ ഇങ്ങനെ 10 കൈ കൊണ്ട് ജോലി ചെയ്യാൻ എനിക്ക് പറ്റുമോ? അല്ല നന്ദിനി, ഞാനും അത് ആലോചിക്കുന്നത്. ഇങ്ങനെ ഒരേ സമയത്ത് പല പണികൾ എങ്ങനെയാ ചെയ്യുന്നേ? ഈ ജീവിതം ഉണ്ടല്ലോ, ഒരേ സമയത്ത് ചെയ്തു തീർക്കാൻ കുറെ ഉത്തരവാദിത്തങ്ങൾ നമ്മളെ ഏൽപ്പിച്ചാ നമ്മൾ അറിയാതെ അതൊക്കെ ചെയ്തു പോകും. വീട്ടിലാണെങ്കിലേ എന്റെ അനുജത്തിമാരെ നന്നായി പഠിപ്പിക്കണം, കുടുംബ ചെലവ് നടത്തണം, കുടുംബത്തിലെ ജോലികൾ ചെയ്യണം, മുതലാളിയുടെ വീട്ടിലെ തെങ്ങുംതോപ്പിലെ മുഴുവൻ ജോലികളും ചെയ്യണം. പിന്നെ പശുവിനെ കറക്കണം, പാല് കൊണ്ടുപോകണം, അതിന്റെ പൈസ വാങ്ങാൻ പോണം. അങ്ങനെ 100 കൂട്ടം ജോലികളുണ്ട്. അപ്പോ ഒരു സമയത്ത് ഒരു ജോലി എന്ന് പറഞ്ഞാ ഒന്നും തീരില്ല. ഇങ്ങനെ ശീലിക്കാതെ മാർഗമില്ലല്ലോ. എന്റെ സുദേവേട്ട, അതൊക്കെ ആളെ നിർത്തി തുടപ്പിച്ചതാ. കുഴപ്പമില്ലടോ, ഒന്നുകൂടെ ഒന്ന് തുടച്ചേക്കാം. കല്യാണമല്ലേ വരുന്നേ. അച്ഛനും മോളും കണക്ക് തന്നെയാ. വന്നു കഴിഞ്ഞാൽ നേരെ പണിക്ക് കയറുക. ഞാനാണെങ്കി ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്ന അന്നത്തെ ദിവസം പിന്നെ അനങ്ങേയില്ല. എന്നെ കൊണ്ട് പറ്റത്തില്ലേ ഇങ്ങനെ പണി ചെയ്യാൻ. എന്താ ഇവിടെ നടക്കുന്നേ? ചോദിച്ച കേട്ടില്ലേ? ഇവിടെ പ്രത്യേകിച്ച് ആരും നടക്കത്തില്ല, ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കല്ലേ. നിന്റെ അളിഞ്ഞ തമാശ ഉണ്ടല്ലോ, അതെന്നോട് വേണ്ട. ഞാൻ തമാശ പറഞ്ഞില്ല. നന്ദിനി, ഇന്ദ്രജയുടെ മുറിയിലേക്ക് ചെല്ല്, എന്നെ വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് ചെല്ലാൻ. ചേച്ചി ഒന്ന് നോക്കണേ, ഞാനിപ്പോ വരാം. പോയിട്ടോ.